അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ലുലുമാൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇന്ന് നമ്മൾ സ്കൂളിൽ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അത് ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാൻ. അത് തിളച്ചതിന് ശേഷം അട ഇട്ട് കൊടുക്കാം. 1.5 കിലോ അടയുണ്ട് കേട്ടോ. ഇത് അട നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് ഊറ്റിയെടുക്കാം. അത് ഊറ്റിയെടുത്തിട്ട് നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതൊരു പശ പോലെ ഒരു പശ ഉണ്ടാകും കേട്ടോ അതിൽ. അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായി കഴുകി വൃത്തിയാക്കുന്നത്. അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ചെമ്പിലേക്ക് തന്നെ 3.5 കിലോ ശർക്കര ഇട്ടിട്ടുണ്ട്. 1.5 കിലോ അടയ്ക്ക് 3.5 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തത്. കഴുകി ഊറ്റിയെടുത്ത അടയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ചെമ്പിൽ വെച്ച ശർക്കര നന്നായിട്ട് മെൽറ്റായി വരണം. ഇതാണ് നമ്മുടെ ദംപാൽ കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ആ അട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണം. എന്നിട്ട് ഈ പാൽ, അത് 2ാം പാലാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം നന്നായി ഇളക്കി കൊടുക്കണം. അതൊന്ന് കുറുകി വരണം. നമ്മൾ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ വക എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാകും കേട്ടോ. ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ചെറുപയറും കടലയൊക്കെ കറിയായിരുന്നു ഉണ്ടായിരുന്നത്, ചോറ്. ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ മക്കൾക്ക് കിട്ടും. ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. സ്കൂളിൽ നല്ല ഫുഡാണ് ഉണ്ടാക്കുക. ഇതിപ്പം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറുകിയോന്നറിയില്ലല്ലോ, നല്ല ഒരുപാടുണ്ടായതുകൊണ്ട്. അപ്പോൾ ഏട്ടൻ അത് നോക്കുന്നുണ്ട്, കയ്യിൽ വെച്ചിട്ട് അത് കുറുകിയോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറുകിയെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു പരുവത്തിൽ ആയിരിക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യണം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. നെയ്യ് മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 200ൻ്റെ നെയ്യ് മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ദംപാലുണ്ടല്ലോ, ഫസ്റ്റ് പാൽ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെമ്പ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അത്യാവശ്യം അങ്ങനെ കുറുകി വരണം കേട്ടോ. ഇനി ഇളക്കുന്ന ആളെ കാണിച്ചു തരാവേ. ഇതാണ് ഗിരീഷേട്ടൻ, നമ്മളെ സ്കൂളിലെ പ്യൂണാണ് കേട്ടോ. ഏട്ടൻ്റെ വകയാണ് ഇന്ന് കുട്ടികൾക്കൊക്കെ അടപ്രഥമൻ കൊടുക്കുന്നത്. അങ്ങനെ ചെമ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിയും മുന്തിരിയും നെയ്യിൽ വറുത്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് റോസ്റ്റാക്കിയിട്ട് അത് ഈ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അല്പം തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചെടുക്കാനുണ്ട്. ഇത് നന്നായി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് നമ്മുടെ മാറ്റിവെച്ച അടപ്രഥമനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. നല്ല ഓണത്തിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു അടപ്രഥമനാണ് കേട്ടോ. ബായ്.